ഇന്ന് 13,550 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ആകെ 1,23,225 പരിശോധനകളാണ് നടന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 104 പേരാണ് സംസ്ഥാനത്ത് മരണമടഞ്ഞത്. ഇപ്പോൾ 99,174 പേരാണ് ചികിത്സയിലുള്ളത്. ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10-ന് മുകളിൽ തന്നെ നിൽക്കുകയാണ്. 29.75% എന്ന TPR ആണ് പതുക്കെ കുറച്ച് 10%-ലെത്തിക്കാൻ സാധിച്ചത്. എന്നാൽ അത് കുറയുന്നതിൽ പ്രതീക്ഷിച്ച പുരോഗതി കാണുന്നില്ല. എല്ലാ കാലവും ലോക്ക്ഡൗൺ നടപ്പിലാക്കാൻ പറ്റില്ല. അതിനാലാണ് നിയന്ത്രണങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ TPR 10-ൽ താഴാതെ നിൽക്കുന്നത് ഗൗരവമായ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രോഗികളുടെ എണ്ണം കാര്യമായി കുറയുന്നില്ല എന്നാണ്. ഏതായാലും TPR ക്രമാനുഗതമായി കുറയും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ തരംഗത്തിൽ രോഗവ്യാപനത്തിൻ്റെ വേഗം മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രോഗബാധിതരാകാത്ത അനേകം പേർ കേരളത്തിലുണ്ട്. ICMR നടത്തിയ സെറോ പ്രിവലൻസ് സർവേ പ്രകാരം ഏകദേശം 11% ആളുകൾക്ക് മാത്രമാണ് ആദ്യ തരംഗത്തിൽ രോഗം ബാധിച്ചത്. അതേസമയം ദേശീയ ശരാശരി 21%. അതിവ്യാപനശേഷിയുള്ള ഡെൽറ്റ വകഭേദമാണ് രണ്ടാമത്തെ തരംഗത്തിൻ്റെ ഭാഗമായി വ്യാപിക്കുന്നത്. ആദ്യത്തെ തരംഗത്തേക്കാൾ വേഗത്തിൽ രോഗം പടർന്നു പിടിച്ചെങ്കിലും തുടക്കത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിനാലും സാഹചര്യത്തിനനുസരിച്ച് ചികിത്സാ ക്രമീകരണങ്ങളെ ശാക്തീകരിച്ചതിനാലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധത്തിൽ തരംഗത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചു. വലിയ തിരമാല അതിവേഗം ഉയരുകയും ആഞ്ഞടിച്ച് നാശം വിതയ്ക്കുകയും ചെയ്യുന്നതിന് സമാനമായാണ് കോവിഡ് മഹാമാരി ആഘാതമേൽപ്പിക്കുന്നത്. ഈ തിരമാലയുടെ ശക്തിയെ തടഞ്ഞു നിർത്തി അതിൻ്റെ ഒഴുക്ക് മന്ദഗതിയിലാക്കുക എന്ന പ്രതിരോധ മാർഗമാണ് നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനായി നാം സ്വീകരിച്ചത്. അത് സാധിക്കാത്ത ഇടങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം കണ്ടതാണ്. ശ്മശാനങ്ങൾക്ക് മൃതദേഹങ്ങളുമായി ജനങ്ങൾ വരി നിൽക്കുന്ന കാഴ്ച ചിലയിടങ്ങളിലുണ്ടായി. അത്തരമൊരവസ്ഥ വരാതിരിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. ആ കാര്യത്തിൽ
നാം വിജയിക്കുക തന്നെ ചെയ്തു. ഒരു തരംഗം പെട്ടെന്നുയർന്ന് നാശം വിതച്ച് പെട്ടെന്ന് താഴ്ന്ന് കടന്നു പോകുന്നതിന് സമാനമല്ല കേരളത്തിൽ കോവിഡ് തരംഗത്തിൻ്റെ ഗതി. അത് ഇതിനകം വിശദീകരിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ പതുക്കെ കുറഞ്ഞ് കുറച്ചുകൂടി സമയമെടുത്താകും അവസാനിക്കുക. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയുന്നത്. നമ്മുടെ വീഴ്ചയുടെ നിദാനമല്ല, മറിച്ച് നമ്മൾ കാണിച്ച ജാഗ്രതയുടെ ലക്ഷണമാണ് ഇന്നത്തെ സ്ഥിതി. രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കാക്കി പ്രദേശങ്ങളെ വിഭാഗീകരിക്കുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ശരാശരി അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6% താഴെയുള്ള എ വിഭാഗം 165 പ്രദേശങ്ങളുണ്ട്. TPR 6-നും 12-നുമിടയിലുള്ള ബി വിഭാഗത്തിൽ 473 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. 12-നും 18-നും ഇടയിൽ TPR ഉള്ള 316 പ്രദേശങ്ങൾ, അവ സി വിഭാഗത്തിലാണ്. 80 TPR 18% മുകളിലാണ്, അതാണ് ഡി വിഭാഗം. അപ്പോൾ ഈ വിഭാഗീകരണം അനുസരിച്ചായിരിക്കും വ്യാഴാഴ്ച മുതൽ, അതായത് നാളെ മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് കാണുന്നത്. ഈ മഹാമാരിയിൽ സമൂഹം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, ഉറ്റവർ മരണമടയുമ്പോൾ മൃതശരീരം അടുത്ത് കാണാൻ പോലും പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. മൃതശരീരം നിശ്ചിത സമയം വീട്ടിൽ കൊണ്ടുപോയി ബന്ധുക്കൾക്ക് കാണാനും പരിമിതമായ മതാചാരം നടത്താനും അനുവദിക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. വലിയ സമയം വീട്ടിൽ വെക്കാനല്ല, 1 മണിക്കൂറിൽ താഴെ വീട്ടിൽ അനുവദിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മരണമടഞ്ഞ രോഗികളുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കേണ്ടതുണ്ട്. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവർ നേരത്തെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത ലോണുകൾ സ്വാഭാവികമായും മുടങ്ങിയിട്ടുണ്ടാകും. ഇതിൻ്റെ ഭാഗമായുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകും. കോവിഡ് നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രദേശവും വൈറസ് മുക്തമാണെന്ന് കാണരുത്. എ ആയാലും ബി ആയാലും
ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു നിയന്ത്രണവും വേണ്ട എന്ന ചിന്താഗതി പാടില്ല. നല്ല തോതിൽ നിയന്ത്രണങ്ങൾ പാലിച്ചു തന്നെ പോകണം. ഇതിനായി ബോധവൽക്കരണവും ആവശ്യമെങ്കിൽ മറ്റ് നിയമപരമായ നടപടികളും ആലോചിച്ചിട്ടുണ്ട്. ബസ്സുകളിൽ പരിധിയിൽ കൂടുതൽ യാത്രക്കാർ ഉണ്ടാകാനേ പാടില്ല. അപ്പോൾ ചില റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളിൽ ചിലത് മാത്രം ഇപ്പോൾ സർവീസ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉയരുന്നുവെന്ന് പരാതികളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ പ്രത്യേകത കണക്കാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യത്തിന് ബസ്സുകൾ ഓടിക്കാൻ കലക്ടർമാർ നടപടിയെടുക്കും. അന്തർ സംസ്ഥാന യാത്രികർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന നിബന്ധന പ്രകാരം നിലവിൽ എയർപോർട്ടുകളിൽ ഫലപ്രദമായ പരിശോധനാ സംവിധാനമുണ്ട്. മൂന്നാം വ്യാപനം പ്രതീക്ഷിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ, അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. ഹോം സ്റ്റേകൾ, സർവീസ് വില്ലകൾ, ഗ്രഹശ്രീ യൂണിറ്റുകൾ, ഹൗസ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, ടൂർ ഗൈഡുകൾ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരെ 18 മുതൽ 45 വയസ്സ് വരെയുള്ളവരിലെ വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. ആയുഷ്, ഹോമിയോ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഫാർമസി കോഴ്സിലുള്ളവർ ഇവർക്കെല്ലാം വാക്സിനേഷൻ പൂർത്തീകരിക്കും. ബി വിഭാഗത്തിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ ഓട്ടോറിക്ഷ ഓടാൻ അനുവദിക്കും. ഓഫീസുകളും സ്ഥാപനങ്ങളുമൊക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എല്ലാവരും അടിസ്ഥാനപരമായ പ്രതിരോധ മാർഗങ്ങളിൽ ശ്രദ്ധ വെക്കണം. മാസ്ക് ധരിക്കുക, ശാരീരിക അകലം പാലിക്കുക, ഇതൊക്കെ നിർബന്ധമായിരിക്കണം. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മാസ്ക് നിർബന്ധമാകണം. പൊതുസ്ഥലങ്ങളിലേക്കാൾ സ്വകാര്യ സ്ഥലങ്ങളിൽ രോഗം കൂടുതലായി വ്യാപിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. വീടുകൾ, ഓഫീസുകൾ, കടകൾ ഇങ്ങനെയെല്ലാമുള്ള ഇടങ്ങളിൽ രോഗം വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതായാണ് കാണുന്നത്. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിനിടയാക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം കൃത്യമായ വായു സഞ്ചാരമില്ലാത്തത്. അടഞ്ഞു കിടക്കുന്ന മുറികൾ രോഗവ്യാപനത്തെ ത്വരിതപ്പെടുത്തും. ഓഫീസുകളും സ്ഥാപനങ്ങളും തുറക്കുമ്പോൾ വാതിലുകളും ജനാലകളും തുറന്നിടണം. സാധ്യമാകുന്നിടത്തൊക്കെ AC ഒഴിവാക്കണം. സ്ഥാപനത്തിലുള്ള എല്ലാവരും മാസ്ക് ധരിക്കണം.
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കണം. ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ വ്യാപനം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓഫീസുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ വ്യാപനം ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥാപനങ്ങളിൽ തിരക്ക് അനുവദിക്കരുത്. പൊതുസ്ഥലത്ത് പുലർത്തുന്ന ശ്രദ്ധ മിക്ക ആളുകളും സ്വന്തം വീടുകളിലോ ജോലിസ്ഥലത്തോ കാണിക്കുന്നില്ല. അശ്രദ്ധമായ പെരുമാറ്റ രീതികൾ രോഗവ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. വീട്ടിലൊരാൾക്ക് രോഗം വന്നാൽ മറ്റെല്ലാവർക്കും രോഗം പിടിപെടുമെന്ന അവസ്ഥയാണുള്ളത്. അത്ര നിഷ്പ്രയാസം സാധിക്കാവുന്ന കാര്യമല്ലെങ്കിലും വീടുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും കൂടുതൽ മികച്ച രീതിയിൽ ജാഗ്രത പുലർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ വീട്ടിനകത്ത് ഒരാൾ രോഗിയായാൽ ആ രോഗിയായ ആൾ പലരും വീട്ടിൽ കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരം ആളുകൾ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള മറ്റംഗങ്ങളോ അവരാവശ്യത്തിന് പുറത്തു പോയി വരികയാണ്. ഇത് രോഗവ്യാപനത്തിനിടയാക്കുന്നൊരു കാര്യമാണ്. ഈ രോഗി രോഗം വന്ന ഉടനെ തന്നെ CFLTCയിലോ CSLTCയിലോ അവിടെയുള്ള ഏതെങ്കിലും ആശുപത്രിയിലോ പോയതാണെങ്കിൽ അപ്പോൾ പിന്നെ അവിടെ രോഗിയില്ല എന്ന് പറയാം. ഈ രോഗം വന്നയാൾ വീട്ടിൽ തന്നെ ഉണ്ടാവുക, മറ്റുള്ളവർ പുറത്തേക്ക് പോവുക. അപ്പോൾ അത് ക്വാറൻറ്റൈൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. ആ വീട്ടിലുള്ളവരെല്ലാം നിർബന്ധമായി ക്വാറൻറ്റൈൻ പാലിക്കണം. കോവിഡ് പോസിറ്റീവായ ഒരാൾ വീട്ടിലുണ്ടായാൽ വീട്ടിലുള്ള മറ്റംഗങ്ങളെല്ലാം നിർബന്ധമായും ക്വാറൻറ്റൈൻ പാലിക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ നേരത്തെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ വാർഡ് തല സമിതികൾ നടത്തിയിരുന്നു. വാർഡംഗത്തിൻ്റെ തദ്ദേശഭരണ സ്ഥാപനത്തിലെ വാർഡംഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമിതിയിൽ ആരോഗ്യ പ്രവർത്തകർ, ജനമൈത്രി പോലീസ്, റവന്യൂ വകുപ്പിൻ്റെ പ്രതിനിധികൾ, മറ്റ് വളണ്ടിയർമാർ ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ക്വാറൻറ്റൈൻ ലംഘിച്ചാൽ ഈ വാർഡ് തല സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി നമ്മുടെ കൂടെ കോവിഡ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ലാഘവത്വം വിവിധ പ്രദേശങ്ങളിൽ വന്നിരിക്കുന്നു. ഈ ലാഘവത്വം നാം ഉപേക്ഷിക്കണം. കോവിഡ് പ്രോട്ടോക്കോളിലേക്ക് നാം തിരിച്ചു പോകണം. കാരണം രോഗവ്യാപനം കീഴോട്ടല്ല, ഇതേ നില ആശങ്ക ഉളവാക്കുന്നതാണ്. ചിലപ്പോൾ അത് വർദ്ധിച്ചേക്കാം.
അപ്പോൾ വർദ്ധിക്കാതിരിക്കുക, പടിപടിയായി കീഴോട്ട് പോവുക, അങ്ങനെ കോവിഡിനെ പൂർണ്ണമായി പ്രതിരോധിക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്. അതിന് പറ്റുന്ന അവസ്ഥയല്ല ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതോടൊപ്പം മറ്റെല്ലാവരും, ഹെൽത്തും പോലീസും റവന്യൂവും അവിടെയുള്ള വളണ്ടിയറും എല്ലാം വാർഡ് തല സമിതിയിലൂടെ ഫലപ്രദമായി ഇടപെടുന്ന നില വരണം. ഈ ക്വാറൻറ്റൈൻ ലംഘിക്കപ്പെട്ടാൽ നിർബന്ധിത ക്വാറൻറ്റൈൻ സ്ഥലങ്ങളിലേക്ക് ഈ ലംഘിച്ചയാൾ പോകേണ്ടതായിട്ട് വരും. മറ്റ് നടപടികളും അതോടൊപ്പം ഉണ്ടാകും. അപ്പം എല്ലാവരും ഇത്തരത്തിലൊരു ജാഗ്രത പുലർത്തുക, സഹകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല മുൻകൈയെടുത്ത് ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ നൽകി സാമൂഹിക പ്രതിരോധം ആർജിക്കുക എന്നത് തന്നെയാണ്. കോവിഡ് മഹാമാരിയിൽ നിന്നും മുക്തരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതുതന്നെയാണ്. ഇപ്പോൾ ജൂൺ 29 വരെയുള്ള കണക്കുകൾ പ്രകാരം 1,38,62,459 ഡോസ് വാക്സിനാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ 5,36,218 പേർക്ക് ആദ്യ ഡോസ് നൽകി. 4,26,853 പേർക്ക് 2 ഡോസുകളും വിതരണം ചെയ്തു കഴിഞ്ഞു. മറ്റ് മുൻനിര പ്രവർത്തകർ അവരിൽ 5,51,272 പേർക്ക് ആദ്യ ഡോസ്, 4,29,737 പേർക്ക് 2 ഡോസുകളും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45 വയസ്സിന് മുകളിലുള്ള 78,12,226 ആളുകൾക്ക് ആദ്യ ഡോസും 22,76,856 പേർക്ക് 2 ഡോസുകളും നൽകി കഴിഞ്ഞു. 18 മുതൽ 44 വരെ വയസ്സുള്ളവർ, അതിൽ 18,05,308 പേർക്ക് ആദ്യ ഡോസ്, 23,989 പേർക്ക് 2 ഡോസുകളും വിതരണം ചെയ്തു. അപ്പോൾ സംസ്ഥാനത്ത് മൊത്തമെടുത്താൽ ഇതുവരെ 1,07,05,024 പേർക്കാണ് ആദ്യ ഡോസ് ലഭിച്ചത്. 31,57,435 പേർക്ക് 2 ഡോസുകളും നൽകി. മൊത്തം ജനസംഖ്യയുടെ 40% ആളുകൾക്ക് ആദ്യത്തെ ഡോസും 12% ആളുകൾക്ക് 2 ഡോസുകളും നൽകാൻ സാധിച്ചു. വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് അത് വേഗത്തിലും ചിട്ടയായും
വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട അളവിൽ വാക്സിൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമായാൽ 3-4 മാസങ്ങൾക്കകം സാമൂഹിക പ്രതിരോധം ആർജിക്കാൻ സാധിക്കും. 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾ വഴിയായിരിക്കും വിതരണം ചെയ്യുക എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ മുഖേന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് വാക്സിൻ വിതരണം ചെയ്യപ്പെടുന്നില്ല. നിലവിലവർ മറ്റ് ഏജൻസികൾ വഴിയാണ് വാക്സിൻ വാങ്ങി വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ വാക്സിൻ ലഭ്യതയിൽ രാജ്യമൊന്നാകെ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിച്ചാൽ നമുക്ക് സാമൂഹ്യ പ്രതിരോധമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. കേരളത്തിലെ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന സൈക്കോ സോഷ്യൽ സപ്പോർട്ടിൻ്റെ ഭാഗമായി ഇതുവരെ 1 കോടിയിലധികം കോളുകൾ വിളിച്ചിട്ടുണ്ട്. ഇതിനായി എല്ലാ ജില്ലകളിലുമായി മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ 1268 മാനസികാരോഗ്യ പ്രവർത്തകരെയാണ് സജ്ജമാക്കിയത്. വീട്ടിലും ആശുപത്രിയിലും നിരീക്ഷണത്തിലും ഐസൊലേഷനിലും കഴിയുന്നവർക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഇത്തരം പ്രശ്നങ്ങളും അവരുടെ ബന്ധുക്കൾക്കുള്ള ആശങ്കയും കണക്കിലെടുത്താണ് മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആരോഗ്യവകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ സ്കൂൾ കൗൺസിലർമാരെയും ICTC അഡോളസെൻ്റ് ഹെൽത്ത് കൗൺസിലർമാരെയും ഉൾപ്പെടുത്തിയാണ് ഇവരുടെ മാനസികാരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ചു വരുന്നത്. ഐസൊലേഷനിലുള്ള ഓരോരുത്തരുമായും മാനസികാരോഗ്യ പ്രവർത്തകർ ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പരിഹാരമാർഗങ്ങളും ചികിത്സയും വിദഗ്ധർ അവർക്ക് നൽകുന്നുമുണ്ട്. കുടുംബാംഗങ്ങൾക്കും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകും. അവർക്ക് തിരിച്ചു ബന്ധപ്പെടാൻ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകുന്നുമുണ്ട്. ഓരോ ജില്ലയിലും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 74,825 കോളുകളാണ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കിട്ടിയിട്ടുള്ളത്. കോവിഡാനന്തരം മാനസിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് പരിഹരിക്കുന്നതിനായും ഫോണിൽ വിളിക്കുന്നുണ്ട്. ഇതുകൂടാതെ കോവിഡ് രോഗം സ്ഥിരീകരിച്ച് ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നവരെ പ്രത്യേകമായി വിളിക്കുകയും സാന്ത്വനം നൽകുകയും ചെയ്യുന്നതിനൊപ്പം അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പറ്റാവുന്നിടത്തോളം സേവനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ സാധ്യതയുള്ള ഭിന്നശേഷിക്കാർ, ആ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ, ഒറ്റക്ക് താമസിക്കുന്ന വയോജനങ്ങൾ, അതിഥി തൊഴിലാളികൾ, മനോരോഗത്തിന് ചികിത്സയിലുള്ളവർ,
ഇവരെല്ലാം പ്രത്യേകമായി വിളിച്ച് ടെലി കൗൺസിലിംഗ് സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനായി DEIC, MIU തെറാപ്പിസ്റ്റുകൾ, ബഡ്സ് സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ എന്നിവരും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീമിൽ പ്രവർത്തിച്ചു. 74,087 ഭിന്നശേഷി കുട്ടികൾക്കും മനോരോഗ ചികിത്സയിലിരിക്കുന്ന 31,520 പേർക്കും ഈ തരത്തിൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും പദ്ധതി ആവിഷ്കരിച്ചു. 64,194 ജീവനക്കാർക്കാണ് മാനസികാരോഗ്യ പരിചരണം നൽകിയത്. ആരോഗ്യ പ്രവർത്തകർക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഓരോ ജില്ലയിലും പ്രവർത്തിക്കുന്നു. ഇത് ഈ കോവിഡിൻ്റെ ഭാഗമായുള്ളൊരു ഗൗരവമായ പ്രശ്നമായതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതോടൊപ്പം കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങളുണ്ട്. അവ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണതകൾ ചെറുക്കുന്നതിനുമായി ഒറ്റക്കല്ല ഒപ്പമുണ്ട് സേവനങ്ങൾ സ്കൂൾ കുട്ടികളിലേക്കും 2020 ജൂൺ മുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 7,90,820 കോളുകൾ സ്കൂൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ 81,368 കുട്ടികൾക്ക് കൗൺസലിംഗ് സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അതിനു പുറമെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ദിശ ഹെൽപ്പ് ലൈൻ 1056, പിന്നെയുള്ളത് തിരുവനന്തപുരത്തെ നമ്പറാണ്, ലാൻഡ് ലൈനാണ് 0471 25 52 056. ഈ നമ്പറുകളിൽ 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ നമ്പർ 1056, പിറ്റത്തത് 0471 2552 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8,743 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5,105 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 32,68,600 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. നമ്മുടെ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പോലീസ് സേന വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അതിനാകെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ച സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ നാളെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാൻ കൂടി ഈ അവസരം ഉപയോഗിക്കട്ടെ. നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പാലക്കാട് പ്രവാസി സെൻറ്റർ ഗ്ലോബൽ കൂട്ടായ്മ
പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് 2 വെന്റിലേറ്ററുകൾ കൈമാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയുടേത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 30 ലക്ഷം, കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിൽ നിന്നും സമാഹരിച്ച തുകയുടെ 2ാം ഗഡു 10,88,514, തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്ക് 10,78,071 രൂപ, കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 10,75,000, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 5,56,725, കോഴിക്കോട് താലൂക്ക് കള്ളിയത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘം 8,25,000, കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷനും അംഗങ്ങളും 4,24,000, വിരമിച്ച കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ ഫോറം 4 ലക്ഷം, ചെസ് കേരള അസോസിയേഷൻ 3,34,106, കേരള സംസ്ഥാന എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 3 ലക്ഷം, കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെയും വിവിധ ഓഫീസുകളിലെയും ഹെഡ് ഓഫീസിലെയും ജീവനക്കാർ സമാഹരിച്ച 2,92,337 രൂപ, തിരുവനന്തപുരം ജില്ലാ മർക്കൻ്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും ജീവനക്കാരും പ്രസിഡൻറ്റും ചേർന്ന് 2,77,000 രൂപ, പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 2,12,546 രൂപ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം, വൈപ്പിൻ കാളമുക്ക് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം, വള്ളിച്ചിറ പട്ടികജാതി സർവീസ് സഹകരണ സംഘവും ബോർഡ് അംഗങ്ങളും ജീവനക്കാരും 2 ലക്ഷം, മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം, അയർലൻഡിലെ മലയാളി സംഘടന ക്രാന്തി സമാഹരിച്ച തുകയുടെ ആദ്യ ഗഡു 1,71,208, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് യൂണിയൻ 1,50,000 രൂപ, എൻട്രൻസ് കോച്ചിംഗ് സെൻറ്റേഴ്സ് അസോസിയേഷൻ 1,25,000, തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതവും ചേർത്ത് 1,19,805, GITD ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ 1,500,000, ഓൾ കേരള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റൻസ് അസോസിയേഷൻ 1 ലക്ഷം, കോതമംഗലം കലാസാംസ്കാരിക വേദി 1 ലക്ഷം, KK സിദ്ധാർത്ഥൻ പുഷ്പ സരസിൽ കടക്കരപ്പള്ളി 1 ലക്ഷം, കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാഞ്ഞാൾ യൂണിറ്റ് 1 ലക്ഷം, കാസർഗോഡ് ജില്ലയിലെ കിഴക്കങ്കര റൈഡേഴ്സ് ക്ലബ്ബ് ബിരിയാണി ഫെസ്റ്റോടെ ശേഖരിച്ച 1 ലക്ഷം, കേരള വർക്കിംഗ് വുമൻസ് അസോസിയേഷൻ 1 ലക്ഷം, ഫെഡറേഷൻ ഓഫ് റിട്ടയേർഡ് എംപ്ലോയീസ് ഓഫ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് 1 ലക്ഷം, ഓൾ കേരള ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് ട്രേഡ്സ്മാൻ ഓർഗനൈസേഷൻ 1 ലക്ഷം, MR രവിയുടെ സ്മരണാർത്ഥം MR രവി മെമ്മോറിയൽ ഗ്രൂപ്പ് 1 ലക്ഷം. ഒരു കാര്യവും കൂടി അറിയിക്കാനുള്ളത്, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ KSEB ആശ്വാസ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഈ 29-ാം തീയതി മുതൽ 500 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡുള്ളതും പ്രതിമാസ ശരാശരി ഉപഭോഗം 20 യൂണിറ്റ് വരെ മാത്രമുള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കൾക്ക് സർക്കാർ സബ്സിഡിയോടുകൂടി സൗജന്യമായി വൈദ്യുതി നൽകുന്ന പദ്ധതി. കണക്റ്റഡ് ലോഡ് വ്യത്യാസപ്പെടുത്താതെ പ്രതിമാസം 30 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടി ബാധകമാക്കും. നേരത്തെ അത് 20 യൂണിറ്റ് വരെയായിരുന്നു, ഇപ്പോൾ അത് 30 യൂണിറ്റ് വരെ ബാധകമാക്കും. 1000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡുള്ളതും പ്രതിമാസം 40 യൂണിറ്റ് വരെ മാത്രം ഉപഭോഗം ഉള്ളതുമായ
BPL വിഭാഗത്തിൽപ്പെടുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ യൂണിറ്റ് 1 നിശ്ചയിച്ചിട്ടുള്ള ₹1.50 എന്ന നിരക്ക് കണക്റ്റഡ് ലോഡ് പരിധി വ്യത്യാസപ്പെടുത്താതെ പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ഉപഭോക്താക്കൾക്ക് കൂടി അനുവദിക്കും. വാണിജ്യ വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 2021 മെയ് മാസത്തെ ഫിക്സഡ് ഡിമാൻഡ് ചാർജിൽ 25% ഇളവ് നൽകും. സിനിമാ തിയേറ്ററുകൾക്ക് 2021 മെയ് മാസത്തെ ഫിക്സഡ് ഡിമാൻഡ് ചാർജിൽ 50% ഇളവ് നൽകും. ഈ വിഭാഗങ്ങൾക്ക് ഫിക്സഡ് ഡിമാൻഡ് ചാർജിന്മേൽ നൽകുന്ന ഇളവുകൾ കഴിച്ച് ബാക്കിയുള്ള തുക അടക്കുന്നതിന് 30/9/2021 വരെ പലിശരഹിതമായി 3 തവണകൾ അനുവദിക്കും. ഈ ഉപഭോക്തൃ വിഭാഗങ്ങൾ പ്രസ്തുത കാലയളവിലെ ബിൽ തുക ഭാഗികമായോ പൂർണ്ണമായോ അടച്ചിട്ടുണ്ടെങ്കിൽ തുറന്നുള്ള ബില്ലുകളിൽ ക്രമപ്പെടുത്തി നൽകുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.